യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ യേശുവിൻ്റെ വത്സല മാതാവായ വിശുദ്ധ ജുവാക്യമിനെയും അന്നയെയും ധ്യാനിക്കാം. സത്യത്തിൽ ഭൂമിക്ക് സ്വർഗം നൽകിയ ഏറ്റവും മഹത്തായ അനുഗ്രഹമാണ് മാതാപിതാക്കൾ. സ്വർഗം ഭൂമിയിൽ കത്തിച്ചു വെച്ച വിളക്കാണവർ. അവർ പ്രകാശിക്കുന്നത് കൊണ്ടാണ് തലമുറകൾ ഈ ഭൂമി നിലനിൽക്കുക. അവരുടെ പ്രകാശവെട്ടം എത്രമാത്രം ശോഭനമാണോ അതുപോലെ ശോഭനമാകും തലമുറകളും. അതിന് ഏറ്റവും മഹത്തായ അടയാളമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ അമ്മയായ മറിയത്തിൻ്റെ മാതാപിതാക്കളുടെ ജീവിതവും മാതൃകയും. അവർ നിർമ്മല സ്നേഹത്തോടെ സ്വർഗം ദാനമായി നൽകിയ പ്രിയമകളെ പോറ്റി വളർത്തി. വിശ്വാസത്തിൽ, വിശുദ്ധിയിൽ, ഭക്തിയിൽ, പരസ്നേഹ പ്രവൃത്തിയിൽ, ജീവിത ലാളിത്യത്തിൽ, ജീവിത മാതൃകയിൽ, പ്രാർത്ഥനയുടെ പൂർണ്ണതയിൽ, ദാരിദ്ര്യ അരൂപിയിൽ, വിനയത്തിൽ, വിശുദ്ധിയിൽ, അതിലേറെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ. ഈ നന്മകളെല്ലാം പരിശുദ്ധ അമ്മയിൽ നമുക്ക് ദർശിക്കാൻ കഴിയും. നമ്മൾ പറയാറുണ്ടല്ലോ, മാതാപിതാക്കളിൽ നിന്ന് അഥവാ കുടുംബത്തിൽ നിന്ന് ലഭിക്കാത്തതൊന്നും അവർക്ക് ഗുണമാകില്ല എന്ന്. മറ്റാര് ഈ ഭൂമിയിൽ മാതൃക നൽകിയാലും മാതാപിതാക്കൾ നൽകുന്ന മാതൃക പോലെ ആകില്ല. കാരണമുണ്ട്. ഒരു കൊച്ചു കുഞ്ഞ് ഏറ്റവും കൂടുതൽ കണ്ടും കേട്ടും തൊട്ടും അനുഭവിച്ചും പഠിക്കുന്നത് മാതാപിതാക്കളിൽ നിന്നാണ്, അവിടെ മുഖത്ത് നോക്കിയാണ്. ലുസിയിലെ വിശുദ്ധ കൊച്ചുത്രേസ്യ എപ്പോഴും പറയുമായിരുന്നു, ഞാൻ പ്രാർത്ഥിക്കുവാൻ പഠിച്ചത് എൻ്റെ പപ്പയുടെ മുഖത്ത് നോക്കിയാണ് എന്ന്. വിശുദ്ധ മദർ തെരേസ തൻ്റെ ജീവിതാനുഭവത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, ദാരിദ്ര്യരോടുള്ള സ്നേഹവും കരുണയും ആർദ്രതയും എനിക്ക് ലഭിച്ചത് എൻ്റെ മാതാപിതാക്കൾ അവർ ചെയ്യുന്ന നന്മ കണ്ടുകൊണ്ടാണ്, അവർ ദരിദ്രരോട് കാണിക്കുന്ന അനുകമ്പ കണ്ടുകൊണ്ടാണ് എന്ന്. ഈ ഭൂമിയിൽ ഒരു വിശുദ്ധരും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്നവരല്ല. അവരെല്ലാവരും തന്നെ തങ്ങളുടെ ജീവിതം അനേകർക്ക് മാതൃക നൽകിക്കൊണ്ട് കടന്നുപോയതിൻ്റെ അനുഭവമാണ്. വിശുദ്ധ ജവാക്യനും അന്നായും ഏറ്റവും മഹനീയമായ മാതൃക നൽകിയപ്പോൾ ഭൂമിക്ക് ലഭിച്ച ഏറ്റവും മഹത്തായ സ്നേഹ സമ്മാനമാണ് പരിശുദ്ധ കന്യകാമറിയം. അവരുടെ ജീവിതം നമുക്ക് കണ്ടുപിടിക്കുവാൻ ഏറ്റവും മനോഹരമായ ഒരു പാഠപുസ്തകമാണ്. ദൈവത്തിൻ്റെ ഹിതത്തിനു മുമ്പിൽ പരിപൂർണമായി സമർപ്പിക്കുവാൻ, ദൈവഹിതം വിശ്വസ്തയോട് നിറവേറ്റുവാൻ, മറ്റുള്ളവർക്ക് തൻ്റെ സാന്നിധ്യം ആവശ്യമാണെന്ന് അറിഞ്ഞപ്പോൾ തിടുക്കത്തിൽ മലമുകളിലേക്ക് യാത്ര ചെയ്ത് എലിസബത്തിനെ സന്ദർശിച്ച് അവൾക്ക് വേണ്ടി 3 മാസം ശുശ്രൂഷ ചെയ്ത് അങ്ങനെ ശുശ്രൂഷയുടെ മഹത്വവും ബലവും ലോകത്തെ കാണിച്ചു നൽകി. ക്രിസ്തുവിനോടൊപ്പം കാലിത്തൊഴുത്തു മുതൽ കാൽവരിയോളം കൂടെ നടന്നു. ഈ പുണ്യഭൂമിയിൽ ഒരു അമ്മ നൽകേണ്ട എല്ലാ സ്നേഹത്തിൻ്റെ ബലവും മഹനീയമായ മാതൃകയും ഈ അമ്മ നമുക്ക് നൽകി. അതിന് കാരണം ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ ജുവാക്യമിൻ്റെയും അന്നയുടെയും വിശുദ്ധമായ ജീവിത മാതൃകയാണ്. നമ്മുടെ മാതാപിതാക്കളെ ആദരിക്കുവാൻ, സ്നേഹിക്കുവാൻ നമുക്ക് ഓർമ്മപ്പെടുത്തൽ നൽകുന്ന ഒരു ദിനം കൂടിയാണെന്ന്. പ്രത്യേകിച്ച് നമ്മുടെ ഗ്രാൻഡ് പാരൻസിനെ പ്രാർത്ഥനാപൂർവ്വം ഇന്ന് നാം ഓർക്കണം. അവരുടെ ജീവിതവും ത്യാഗവും നൊമ്പരവുമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സകല സൗഭാഗ്യങ്ങളും. അവർ നമുക്ക് നൽകിയ എല്ലാ നന്മകളെയും ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വം ഓർക്കണം. വൃദ്ധസദനങ്ങളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക. മക്കൾ വളർന്ന് അവരുടെ ഉത്തരവാദിത്വം എത്തുമ്പോൾ മാതാപിതാക്കൾ അവർക്ക് അനാവശ്യ വസ്തുവായി മാറുന്ന ലോകം. ഇവിടെയാണ് വിശുദ്ധ ജുവാക്യമിൻ്റെയും അന്നയുടെയും ജീവിതം നമുക്ക് പ്രചോദനമാകുന്നത്. അവർ വിശുദ്ധിയിൽ ജീവിച്ചു. ദൈവം ദാനമായി നൽകിയ മകളെ സ്നേഹപൂർവ്വം സംരക്ഷിച്ചു, ദൈവത്തിന് സമർപ്പിച്ചു. അങ്ങനെ ദൈവഹിതത്തിന് പരിപൂർണമായി വിധേയപ്പെട്ടു. അതിലൂടെ ഭൂമിക്ക് രക്ഷകൻ്റെ അമ്മയെ ലഭിച്ചു. ഇത്ര മഹനീയമായ കൃപയുടെ ബലം സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ച് നമ്മൾ അനുഗ്രഹീതരാണ്. ഈ വിശുദ്ധ ദിനം നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും മുത്തശ്ശന്മാരെയും പ്രാർത്ഥനാപൂർവ്വം ഓർക്കാം. വിശുദ്ധ ജുവാക്യനെയും വിശുദ്ധ അന്നയെയും പോലെ അവരുടെ ജീവിതം നമുക്ക് മാതൃകയും പ്രചോദനമാകട്ടെ. നമ്മുടെ മാതാപിതാക്കളെയും ഗ്രാൻഡ് പാരൻസിനെയും നമുക്ക് നൽകിയ നല്ല ദൈവത്തിന് നമുക്ക് ഈ ദിനം നന്ദി പറയാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും
പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.